മാർച്ച് 15 വിശുദ്ധ ലൂയിസെ മാരിലാക്ക്. 1591 മുതൽ 1660 വരെ കാലഘട്ടം. ശതവത്സര സമരത്തിൽ പ്രസിദ്ധനായി തീർന്ന ലൂയി മാരിലാക്കിൻ്റെ പുത്രിയാണ് ലൂയിസെ മാരിലാക്ക്. വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിൻ്റെ ഉപവീട സഹോദരിമാരുടെ സഭയുടെ സ്ഥാപികയായ ലൂയിസെ 1591 ഓഗസ്റ്റ് 12 ജനിച്ചു. 3 വയസ്സുള്ളപ്പോൾ അമ്മ മരിക്കുകയും പിതാവ് പുനർവിവാഹം നടത്തുകയും ചെയ്തു. ലൂയിസെ ഡൊമിനിക്കൻ മഠത്തിൽ ഗ്രീക്കും ലത്തീനും പഠിച്ച് അവിടെ താമസിച്ചു. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് പിതാവിൻ്റെ പക്കലേക്ക് മടങ്ങി. 1607 പിതാവ് മരിച്ചു. അനന്തരം പീഡാനുഭവ പുത്രികളുടെ സഭയിൽ അർത്ഥിനിയായി കുറേ നാൾ കഴിച്ചെങ്കിലും ലൂയിസെ സന്യാസം ഉപേക്ഷിച്ച് ആൻ്റണിയിലെ ഗ്രാസ് എന്ന ഉദ്യോഗസ്ഥനെ വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. മൈക്കൽ ആൻഡ്വ എന്നൊരു കുട്ടി ജനിച്ചു. അവനെ ലൂയിസെ ഭറ്റനായി വളർത്തിക്കൊണ്ടുവന്നു. അന്നും ഉപവി പ്രവർത്തികൾ ചെയ്യുന്നതിൽ അവൾ അക്ഷീണയായിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് ആയിരുന്നു അവളുടെ ഉപദേഷ്ടാവ്. 1625 ഡിസംബർ 21 ഭർത്താവ് മരിച്ചു. ലൂയിസെ പുനർവിവാഹം കഴിക്കാതെ ദരിദ്ര സേവനത്തിൽ വ്യാപൃതിയായി ജീവിച്ചു. ഹ്യൂഗനോട്ട് പാഷണ്ഡത ഫ്രാൻസിനെ നാശത്തിലേക്ക് തള്ളി നീക്കിക്കൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു അത്. വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസിൻ്റെ പ്രസംഗങ്ങളും ഗ്രന്ഥങ്ങളും വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിൻ്റെ പരോപകാര പ്രവർത്തികളും സ്വല്പം പ്രകാശം വീശിക്കൊണ്ടിരുന്നു. ഫാദർ വിൻസെൻ്റ് ലൂയിസയെ പല പ്രവർത്തനങ്ങളിലും ഭാഗഭാക്കാക്കിയിരുന്നു. ഉപവീട സാഹോദര്യം എന്ന ഒരു സംഘടന ഫാദർ വിൻസെൻ്റ് ആരംഭിച്ചു. ആഴ്ചതോറും ഫാദർ വിൻസെൻറ്റിൻ്റെ ഉപദേശങ്ങളും ലൂയിസയുടെ നഴ്സിംഗ് ക്ലാസ്സുകളും നടന്നുകൊണ്ടിരുന്നു. 1635 മാർച്ച് 25 ഉപവി സഹോദരിമാരുടെ സഭ സ്ഥാപിതമായി. തൻ്റെ മക്കൾക്ക് വ്രതങ്ങളെയും ദൈവവിളികളെയും പറ്റി ലൂയിസെ നൽകിയ ഉപദേശങ്ങൾ അനർഘങ്ങളായിരുന്നു. വെള്ളിയാഴ്ചകളിലും നോമ്പിലെ എല്ലാ ദിവസവും 1 മണിക്കൂർ വീതം നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തെപ്പറ്റി ധ്യാനിച്ചിരുന്നു. ലൂയിസയുടെ പ്രചോദനത്തിൽ സഹോദരിമാർ ആശുപത്രികളും സ്കൂളുകളും അനാഥ മന്ദിരങ്ങളും വൃദ്ധസദനങ്ങളും ആരംഭിച്ചു. എളിമയിലും ദരിദ്ര സേവനത്തിലും അടിയുറച്ചു നിൽക്കുവാൻ വേണ്ട ഉപദേശങ്ങളും ഈ സഹോദരിമാർക്ക് 25 വർഷത്തേക്ക് വിൻസെൻ്റ് ഡി പോൾ നൽകിപ്പോന്നു. ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ പരസ്നേഹത്തിന് ലൂയിസെ എത്രയും ഉത്തേജകമായ മാതൃകയായിരുന്നു. 69 വയസ്സിൽ ആ സ്നേഹദീപം അണഞ്ഞു. 1934 വിശുദ്ധയെന്ന് പ്രഖ്യാപിതയായി. വചനം പ്രഭാഷകൻ 46 11-12 വാക്യങ്ങൾ. അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടുകൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുണ്ട്. അവരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ. ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ. സംപൂജ്യരായ അവരുടെ നാമം പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ. വിചിന്തനം. എൻ്റെ ഈ എളിയവരിൽ ഒരുവന് നന്മ ചെയ്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് നന്മ ചെയ്തത് എന്ന ക്രിസ്തുനാഥൻ്റെ നിസ്തുല വാക്യമായിരുന്നു ലൂയിസയ്ക്ക് പ്രചോദനം നൽകിയത്.